ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം അനിമി സ്റ്റോറീസ്. അപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന അനിമയുടെ പേര് ദി ബിഗിനിങ് ആഫ്റ്റർ ദി എൻഡ്. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഓർത്തർ സെൽവിയ യൂസ് ചെയ്തിട്ടുള്ള ഫ്രീസിങ് മാജിക് പവർ പോലത്തെ യൂസ് ചെയ്ത് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുവാണ്. അങ്ങനെ ആ ഫ്രീസ് ചെയ്തുകൊണ്ടിരുന്ന പന്ത് അങ്ങനെ താഴെ വീഴുവാണ്. എന്നിട്ട് ഓർത്തർ വല്ലാതെ കിതയ്ക്കുന്നുണ്ട്. അവൻ മടുത്ത് അവിടെ കിടക്കും. എന്നിട്ട് ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, ഞാൻ ഈ മാജിക് പവർ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇന്നും പ്രാക്ടീസ് ചെയ്യേണ്ടിയിരിക്കുന്നു. പക്ഷെ ഞാനിത് എന്ത് വില കൊടുത്തും ഞാനിത് പഠിച്ചെടുക്കും. എന്നിട്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ സംരക്ഷിക്കുമെന്ന് ഇങ്ങനെ വിചാരിക്കുമ്പോഴത്തേനും അവിടെ സെൽവിയ വരും. എന്നിട്ട് ഓർത്തർ സെൽവിയനെ കൊഞ്ചുമ്പോഴത്തേനും സെൽവിയൻ്റെ അടുത്തുനിന്ന് വളരെ വൃത്തികെട്ട മണം വരും. കാരണം സെൽവിയനെ ഇതുവരെയും കുളിപ്പിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെ ഓർത്തർ സെൽവിയനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ഓർത്തറിന് ലിലിയേനെ ഓർമ്മ വരും. കാരണം ഓർത്തറിന് അവളെ കുറിച്ച് സങ്കടം ഉണ്ടാവും. അവളുടെ മാന പവർ ഇന്നും അവേക്കൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതൊക്കെ ഇരുന്ന് ആലോചിക്കും ഓർത്തർ. അങ്ങനെ സെൽവിയനെ കുളിപ്പിച്ചെടുക്കുമ്പോഴത്തേനും അവിടെ ഓർത്തറിന്റെ അമ്മയും ലിലിയയും ലിലിയുടെ അമ്മയൊക്കെ വന്നിട്ടുണ്ടാവും. ഇനി നിന്നെ വൃത്തിയാക്കാനുള്ള സമയമാണിത് എന്ന് പറഞ്ഞിട്ട് ഓർത്തറിനെ സലൂണിൽ കൊണ്ടുപോകും അവന്റെ മുടിയൊക്കെ വെട്ടാൻ. അങ്ങനെ ഓർത്തറിന്റെ മുടിയൊക്കെ വെട്ടി അവൻ വെളിയിൽ വരുമ്പോഴത്തേനും അവന്റെ അമ്മയും ബാക്കിയുള്ളവരൊക്കെ വായും പൊളിച്ചു നിൽക്കും. കാരണം ഓർത്തർ മുടിയൊക്കെ വെട്ടിയിട്ട് കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടാവും. എന്നിട്ട് ലിലിയുടെ അമ്മ അവനെ നോക്കിയിട്ട് പറയും, നീ എന്തായാലും ഒക്കേഷൻ ഹൗസിൽ ഞങ്ങളുടെ ഒപ്പം വായോന്ന് പറയും. അപ്പൊ ഓർത്തറിന്റെ അമ്മ പറയും, ഹെൽസ്റ്റിയ ഒക്കേഷനിൽ പോകുമ്പോ നീ ഇന്നും നന്നായിട്ട് വേണം പോവാന്നൊക്കെ പറയാണ്. എന്നിട്ട് ലിലിയുടെ അമ്മ വാ നിനക്ക് സൈറസ് സിറ്റി ഒക്കെ കാണിച്ചു തരാന്ന് പറയുമ്പോ ഓർത്തറിന്റെ കൂടെ പോവാൻ വേണ്ടിയിട്ട് എലനോറും അവന്റെ അടുത്ത് വന്ന് നിൽക്കും. അപ്പൊ ലിലി അവളുടെ അടുത്ത് വന്ന് ചോദിക്കും, ഇത്രയും നേരം നീ എൻ്റെ ഒപ്പം ഇരുന്നിട്ട് പെട്ടെന്ന് ചേട്ടൻ വന്ന ഉടനെ ചേട്ടന്റെ ഒപ്പം പോവാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പൊ ഓർത്തർ ലിലിയന്റെ അടുത്ത് പറയും, അവൾക്ക് ഞാൻ വളരെ പ്രിയപ്പെട്ടവനാണ്, കിട്ടുന്ന ചാൻസിനൊക്കെ എൻ്റെ കൂടെ അവൾ നിൽക്കുന്നേന്ന് പറയുവാണ്. എന്നിട്ട് ലിലിയ അവൻ്റെ അടുത്ത് പറയും, എന്തായാലും ഞാൻ ചൂസ് ചെയ്ത ഡ്രസ്സ് നിനക്ക് നന്നായിട്ട് ചേരുന്നുണ്ട് എന്ന് പറയുവാണ്. അപ്പൊ ഓർത്തർ നീയാണോ ഇത് പിക്ക് ചെയ്തതെന്ന് ചോദിക്കും. അപ്പൊ ലിലിയ എല്ലാ സാധനവും ഞാനല്ല ചൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ട് അവൾ അങ്ങനെ പോവാണ്. അങ്ങനെ അവര് സൈറസ് സിറ്റിയിലത്തെ ആ ഷോപ്പിംഗ് സ്ഥലത്ത് ഇങ്ങനെ ചുറ്റി കണ്ടുകൊണ്ട് നിൽക്കുവാണ്. എന്നിട്ട് അവിടെ ഒരു കിങ്ങിന്റെ സ്റ്റാച്യു ഉണ്ടാവും. ആ സ്റ്റാച്യുവിന്റെ കയ്യിലേക്ക് ആർത്തർ ഒരു ബാൻഡ് പോലുള്ള ഒരു സാധനം എടുത്ത് കയ്യിൽ ഇങ്ങനെ എറിഞ്ഞു കൊടുക്കും. അപ്പൊ അവിടെ ഇത് കാണുന്ന കുറച്ച് യൂണിഫോം ഇട്ട ചെറുക്കന്മാര് അതേപോലത്തെ ബാൻഡ് എടുത്തിട്ട് ആർത്തറിന്റെ തലയ്ക്കോട്ട് എറിയും. അപ്പൊ അതൊന്നും അവര് കണക്കിലെടുക്കാണ്ട് അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുവാണ്. അപ്പൊ ലിലിയ പറയാണ്, അതാ സൈറസ് അക്കാഡമി പഠിക്കുന്ന ചെറുക്കന്മാരാണ്. അവരിട്ടിരിക്കുന്ന യൂണിഫോം കണ്ടില്ലേ, ആ യൂണിഫോമിന് പ്രത്യേകതര റോയാലിറ്റി ഉണ്ട്. അവരവിടുത്തെ പ്രമുഖരായ ആൾക്കാരുടെ മക്കളായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ നടന്നു പൊക്കൊണ്ടിരിക്കുകയാണ്. പെട്ടെന്ന് ആർത്തറിന് ഒരു സ്മെൽ സെൻസ് ചെയ്യും. അപ്പൊ അവരെന്താ നോക്കിയിട്ട് പോകുമ്പോഴത്തേനും അവിടെ ഉണ്ടാവുക ബീസ്റ്റ് കോറുകളായിരിക്കും. അപ്പൊ ആർത്തർ ബീസ്റ്റ് കോറോ എന്ന് പറഞ്ഞ് അതിശയത്തോടെ ചോദിക്കുകയാണ്. അപ്പൊ ലിലിയുടെ അമ്മ പറയാണ്, ഇത് മാന ബീസ്റ്റുകളുടെ അടുത്തുനിന്ന് എടുക്കുന്ന മാജിക് കോറുകളാണെന്ന് പറയാണ്. ഇത് കയ്യിലുള്ളവർക്ക് ഇഷ്ടംപോലെ പവർ യൂസ് ചെയ്യാന്ന് പറയാണ്. അപ്പൊ ആർത്തർ പിന്നെ അതിശയത്തോട് ചോദിക്കുകയാണ്, എന്ത് ബീസ്റ്റ് കോറുകളോ, ഇതൊക്കെ വിൽക്കാനാണോ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുവാണ്. എന്നിട്ട് ലിലിയുടെ അമ്മ അതിന്റെ പ്രൈസ് പറയുവാണ്. അതിൽ ഒരു ബീസ്റ്റ് കോറിന്റെ വില 100 ഗോൾഡ് കോയിൻ ആണെന്ന് പറയുവാണ്. അപ്പൊ ഓർത്തറിന്റെ അമ്മ പറയുവാണ്, 100 ഗോൾഡ് കോയിൻ എന്ന് പറയണത് നമുക്ക് 250 വർഷം നമ്മുടെ വീട്ടില് സുഖമായിട്ട് ജീവിക്കാനുള്ള കാശാണ് എന്ന് പറയുവാണ്. ഈ ബീസ്റ്റ് കോറുകളൊക്കെ അടുത്ത ഒക്കേഷന് വിൽക്കാൻ വെക്കാനാണ് നോക്കുന്നതെന്ന് പറയുവാണ്. നമുക്ക് ചാൻസ് കിട്ടുകയാണെങ്കിൽ നിന്നെ കൊണ്ട് അത് ഞാൻ കാണിച്ചു തരാം അടുത്ത് വെച്ച് തന്നെ പറയുവാണ് ലിലിയുടെ അമ്മ. അപ്പൊ ഓർത്തർ പെട്ടെന്ന് മനസ്സിൽ കരുതുവാണ്, എന്റെ ഉള്ളിലെ ഒരു ബീസ്റ്റ് കോറുണ്ട്, പിന്നെ എനിക്ക് എന്തിനാ ഇതൊക്കെ എന്ന് ആലോചിക്കുമ്പോഴത്തേനും ലിലിയ വളരെ വിഷമത്തോട് ചോദിക്കുകയാണ്, അമ്മ എനിക്കിത് വാങ്ങിത്തരാൻ പറ്റുമോ ചോദിക്കുകയാണ്. അപ്പൊ ലിലിയുടെ അമ്മ പറയും, ഈ ബീസ്റ്റ് കോർ ഒന്നും നിനക്ക് വാങ്ങിത്തരില്ല. ബീസ്റ്റ് കോർ വെച്ച് നിന്റെ മാനക്കോറ് നിനക്ക് അവേക്കൻ ചെയ്യണ്ട, അതിനുള്ള വഴിയല്ല ഈ ബീസ്റ്റ് കോർ എന്ന് പറയുവാണ്. എന്നിട്ട് പിന്നെ ലിലിയ വാങ്ങിച്ചു തരാവോ എന്ന് ചോദിച്ചോണ്ടിരിക്കുവാണ്. അപ്പൊ അവര് അത് വലിയ കാര്യമായിട്ട് എടുക്കാണ്ട് ലിലിയുടെ അമ്മയും ഓർത്തറിന്റെ അമ്മയും കൂടെ നടന്നു പോവാണ്. അങ്ങനെ അവര് ഫുഡ് കഴിച്ചോണ്ടിരിക്കുകയായിരിക്കും. ലിലിയും ഓർത്തറും വളരെ വിഷമത്തിലുമായിരിക്കും. എന്നിട്ട് ഓർത്തർ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, ലിലിയ അവളുടെ മാനക്കോറ് അവേക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവള് പ്രഷറിലാണ് ഇരിക്കുന്നത്, അവളെ എങ്ങനെ ഇപ്പൊ സഹായിക്കാന്ന് അങ്ങനെ ആലോചിച്ച് അവളുടെ അടുത്ത് സംസാരിക്കാൻ പോകുമ്പോഴത്തേനും അവൾ അവിടെ നിന്ന് എണീറ്റ് വേറൊരു സ്ഥലത്തേക്ക് പോവുകയാണ്. എന്നിട്ട് ആർത്തറും അവളുടെ പിന്നാലെ പോകും. അവള് പോകുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ബീസ്റ്റ് കോറുകൾ വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സ്ഥലത്തായിരിക്കും അവള് പോവുണ്ടാവുക. എന്നിട്ട് അവൾ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, എന്റെ കയ്യിലിരിക്കുന്ന കാശ് കൊണ്ട് ഇതൊന്ന് ഏതേലും ഒരെണ്ണം വാങ്ങാൻ എന്നെ കൊണ്ട് സാധിക്കുമോ. പെട്ടെന്ന് ഓർത്തർ അവിടെ വന്നിട്ട് ലിലിയന്റെ അടുത്ത് പറയാണ്, നീ അത് വാങ്ങിക്കാൻ പോവുകയാണോ. അപ്പൊ ലിലിയ, ഓർത്തർ നീ എങ്ങനെ ഇവിടെ എത്തിന്ന് ചോദിക്കുകയാണ്.
അപ്പൊ ഓർത്തർ ലിലിയന്റെ അടുത്ത് പറയുവാണ്, ഈ ബീസ്റ്റ് കോർ ഉപയോഗിച്ചു കഴിഞ്ഞാലും നിന്റെ മാന കോർ എവേക്കം ചെയ്യാൻ പറ്റുന്ന ഗ്യാരണ്ടി ഒന്നും ഇല്ലല്ലോ, അത് തന്നെയല്ലേ നിന്റെ അമ്മയും നിന്നോട് പറഞ്ഞതെന്ന് പറയുവാണ്. എന്നിട്ട് ലിലിയ ഓർത്തറിനോട് അത് നമുക്കിത് ഉപയോഗിച്ച് നോക്കിയാലേ അറിയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ ബീസ്റ്റ് കോർ അങ്ങനെ എടുക്കാൻ വേണ്ടിട്ട് പോവാണ്. അപ്പൊ ഓർത്തർ ലിലിയയുടെ കയ്യിൽ കയറി പിടിക്കും. ഇത് വെച്ച് നീ എന്താണ് ട്രൈ ചെയ്യാൻ പോകുന്നത്, അഥവാ ഇത് ഉപയോഗിച്ച് നിനക്കത് എവേക്കം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നീ എന്താണ് ചെയ്യാന്ന് ചോദിക്കുകയാണ്. അപ്പൊ ലിലിയ ഓർത്തറിനോട് പറയുവാണ്, ഞാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട്, ഇത് ഉപയോഗിച്ച് നോക്കിയിട്ട് എനിക്ക് വർക്കായില്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഇത്രയും ട്രൈ ചെയ്തതിൽ ഒന്നും കൂടെ തെറ്റാൻ പോകുന്നു, അത്രേ ഉള്ളൂ എന്ന് അവന്റെ അടുത്ത് പറയുവാണ്. എന്നിട്ട് ലിലിയ വളരെ സങ്കടത്തോട് പറയാണ്, നിനക്ക് ഇതിനെപ്പറ്റി ഒന്നും അറിയത്തില്ല, കാരണം നീ വളരെ സ്പെഷ്യൽ ആണ്, നിനക്ക് ഇതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല എന്ന് പറയുവാണ്. എന്റെ അച്ഛനും അമ്മയും ഞാൻ എത്ര ചോദിച്ചിട്ടും ബീസ്റ്റ് കോർ ഒന്ന് തൊട്ടു നോക്കാൻ പോലും സമ്മതിച്ചിട്ടില്ല എന്നിങ്ങനെ പറഞ്ഞ് കരയുവാണ്. അപ്പൊ ഓർത്തർ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, ഞാൻ കാരണമാണ് ഇവൾ ഇത്ര അധികം വിഷമിക്കുന്നതെന്ന്. എന്നിട്ട് ഓർത്തർ ലിലിയനോട് വാ നമുക്ക് സംസാരിക്കാന്ന് പറഞ്ഞ് അവള് വിളിക്കുവാണ്. അപ്പൊ ലിലിയ അവനെ തട്ടിവിടും, എന്നെ ഒറ്റയ്ക്ക് വിടുന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവള് പിന്നാലെ പോയി ഇടിക്കുന്നത് ആ സൈറസ് അക്കാഡമിയിൽ പഠിക്കുന്ന ചെറുക്കന്മാരെ ആയിരിക്കും. അപ്പൊ പെട്ടെന്ന് ലിലിയ സോറി പറയും. അപ്പൊ അതിൽ നിൽക്കുന്ന ആ ചെറുക്കൻ പറയാണ്, ഒരു സോറി കൊണ്ട് തീരാവുന്നുള്ള പ്രശ്നങ്ങളെ ഉള്ളോ, നീ ആരെ ഈ തൊട്ടതെന്ന് നിനക്ക് അറിയോന്ന് ചോദിക്കുകയാണ് ആ ചെറുക്കൻ. അപ്പൊ അവിടെ ഓർത്തർ വന്ന് ലിലിയനെ മാറ്റി നിർത്തും. എന്നിട്ട് ഓർത്തർ അവരുടെ യൂണിഫോമിലോട്ട് ശ്രദ്ധിച്ചു നോക്കുവാണ്. അവര് നേരത്തെ കണ്ട അതേ യൂണിഫോം ഇട്ട ചെറുക്കന്മാരായിരിക്കും. അപ്പൊ അവിടെ സൗണ്ട് കേൾക്കുന്ന ആ കടക്കാരൻ വന്നിട്ട് നോക്കുവാണ്. അപ്പൊ ആ യൂണിഫോം കാണുമ്പോൾ നിങ്ങൾ എന്ത് വേണമെങ്കിലും ചെയ്തോന്ന് പറഞ്ഞിട്ട് ആ കടക്കാരൻ ഉള്ളിലേക്ക് പോവാണ്. എന്നിട്ട് അതിലത്തെ ഒരു ചെറുക്കൻ കയ്യിൽ മാജിക് യൂസ് ചെയ്തിട്ട് വാ നമുക്ക് കുറച്ചു നേരം തമാശ കളിക്കാന്ന് പറഞ്ഞ് വിളിക്കുവാണ് അവരെ ഫൈറ്റിങ്ങിന് വേണ്ടിയിട്ട്. അങ്ങനെ പെട്ടെന്ന് ഓർത്തർ അവന്റെ മാജിക് പവർ വെളിയിൽ എടുക്കുമ്പോഴത്തേനും അവിടെ ലിലിയന്റെ അമ്മയും ഓർത്തറിന്റെ അമ്മയും എല്ലാവരും കൂടെ വരും. അപ്പൊ ലിലിയുടെ അമ്മ അവിടെ വന്നിട്ട് ആ ചെറുക്കന്മാരെ വഴക്ക് പറയാണ്, നിങ്ങൾ എന്താ ഈ കാണിച്ചു കൂട്ടണെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ കടയിലുള്ള ആള് പറയും, ഇതാ സൈറസ് അക്കാഡമിയിലുള്ള ചെറുക്കന്മാരാണ്, ഇവരടുത്ത് നിങ്ങൾ വഴക്കിനൊന്നും പോവരുത് എന്ന് പറയുവാണ്. അപ്പൊ ലിലിയുടെ അമ്മ, ഓ നിങ്ങൾക്ക് അത്ര ധൈര്യമാണോ, ഹെൽസ്റ്റിയുടെ കൊച്ചിനെ എന്തെങ്കിലും സംഭവിച്ച നിങ്ങൾക്കൊക്കെ എന്താ സംഭവിക്കാൻ പോകുന്നത് നിങ്ങൾക്ക് അറിയോന്ന് ചോദിക്കുവാണ്. അപ്പൊ അവിടെ ഉള്ള ചെറുക്കന്മാര് പേടിക്കുവാണ്, കാരണം ഹെൽസ്റ്റിയ അവരുടെ ഡയറക്ടറിന് വേണ്ടപ്പെട്ട ആളായിരിക്കുമല്ലോ, അങ്ങനെ അവർക്ക് അക്കാഡമിയിൽ പ്രശ്നമാവെന്ന് പറഞ്ഞിട്ട് അവരവിടെ നിന്ന് അങ്ങനെ പോവാണ്. അങ്ങനെ അവര് ഹെൽസ്റ്റിയുടെ വീട്ടിൽ വരുവാണ്. അപ്പൊ ഹെൽസ്റ്റിയ വളരെ ദേഷ്യത്തോടെ, എന്ത് അക്കാഡമിയിലെ സ്റ്റുഡൻസുമായി പ്രശ്നമുണ്ടായെന്നോ? അപ്പൊ ലിലിയുടെ അമ്മ പറയാണ്, ഇല്ല ഞാൻ കറക്റ്റായ സമയത്തിന് ഉള്ളിൽ വന്ന് അത് നിർത്തി, വേറെ കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അതിനെ കുറിച്ച് വെറീഡ് ആവണ്ട പറയാണ്. അപ്പൊ ലിലിയ വന്ന് എൽസ്റ്റിയന്റെ അടുത്ത് സോറി അച്ഛാന്ന് പറയുവാണ്. എന്നിട്ട് ലിലിയുടെ അച്ഛൻ, അതൊന്നും കുഴപ്പമില്ല, നീ ഒന്നിനെ കുറിച്ചും പേടിക്കണ്ട, അത് പറട്ട ചെറുക്കന്മാരാണെന്ന് പറയുവാണ്. എന്നിട്ട് എൽസ്റ്റിയ ആർത്തറിനോട്, നീയും പേടിക്കൊന്നും വേണ്ട ആർത്തറെ, ഇനി നീ അക്കാഡമിയിലേക്ക് പോയി കഴിഞ്ഞാലും അവരുമായി നിനക്ക് പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല പറയാണ്. അപ്പൊ ഓർത്തർ എൽസ്റ്റിയനോട് നിങ്ങളെല്ലാം തീരുമാനിച്ചു കഴിഞ്ഞോന്ന് ചോദിക്കുവാണ്. അപ്പൊ എൽസ്റ്റിയ പറയാണ്, അവിടെ ഒരു വേക്കൻസി ഉണ്ടായിരുന്നു, അതുമില്ലാണ്ട് ഞാൻ അവിടെ ഡൊണേഷൻ കൊടുത്തു വെച്ചതാണ്, സോ ഞാൻ നിന്നെ വിടാൻ തീരുമാനിച്ചു എന്ന് പറയുവാണ്. അപ്പൊ ലിലിയ എൽസ്റ്റിയനോട്, അച്ഛൻ ഞാൻ പോകാൻ ഉദ്ദേശിച്ച അക്കാഡമിയിലേക്ക് എനിക്ക് പകരം ആർത്തറിനെ വിടാൻ തീരുമാനിച്ചോ എന്ന് ചോദിക്കുവാണ്. അപ്പൊ എൽസ്റ്റിയ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേനും ലിലിയക്ക് ദേഷ്യം വരുവാണ്. ലിലിയ എന്നിട്ട്, എന്നെ കൊണ്ട് മാജിക് ഇന്നെ അവേക്കൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള ഒരു കാരണത്തിലല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന എന്നോട്, എന്നെ വിടാനുള്ള സ്ഥലത്ത് നിങ്ങൾ ആർത്തറിനെയാണോ വിടുന്നത്? അപ്പൊ ലിലിയുടെ അമ്മ, നീ എന്തൊക്കെയാണ് പറയുന്നത് ലിലിയ, കുറച്ച് സമാധാനപ്പെടുമെന്ന് പറയുവാണ്. എന്നിട്ട് ലിലിയ വളരെ ദേഷ്യത്തോടും സങ്കടത്തോടും കരങ്ങിട്ട് പറയുവാണ്, ഞാൻ നിങ്ങളെ വെറുക്കുന്നു അച്ഛാ, ഓർത്തർ ഞാൻ നിന്നെയും വെറുക്കുന്നു എന്ന് പറഞ്ഞിട്ട് പോവുകയാണ്. അങ്ങനെ രാത്രിയായി. ഓർത്തർ ലിലിയയുടെ റൂമിൽ വന്ന് കതവ് മുട്ടുവാണ്. ലിലിയ വാ ഡിന്നറിന് സമയമായി എന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ലിലിയനെ വിളിക്കുമ്പോഴത്തേനും അവിടെ ഒരു സർവന്റ് വന്ന് ഓർത്തറിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവാണ്. അങ്ങനെ അവളുടെ ചെറുപ്പത്ത് ആ അക്കാഡമിനെ കുറിച്ചിട്ടൊക്കെ അവളുടെ അച്ഛൻ നിറയെ പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെ അവൾക്കും വളരെയധികം ആകാംക്ഷയോട് കൂടെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവും ആ അക്കാഡമിയിൽ എന്നാ പോയി ജോയിൻ ചെയ്യാന്ന് പറഞ്ഞിട്ട്, അവളുടെ മാജിക് എപ്പോഴും അവൾക്ക് വെളിയിൽ അവേക്കൻ ചെയ്യാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുമായിരിക്കും. അങ്ങനെ ഓർത്തർ ലിലിയന്റെ അടുത്ത് എത്തുവാണ്. എന്നിട്ട് ഓർത്തർ പറയുവാണ്, നിന്റെ അച്ഛനും അമ്മയും നിന്നെ കുറിച്ച് ഒരുപാട് വിഷമിക്കുന്നുണ്ട്, നിനക്കത് അറിയോന്ന് ചോദിക്കുവാണ്. അങ്ങനെ ഓർത്തർ ലിലിയന്റെ അടുത്ത് സോറിയും ചോദിക്കും. അപ്പൊ ലിലിയ പറയും, ഞാനും സോറി എന്ന് പറയുവാണ്. നിന്റെ അസാധാരണ പവറുകൾ കാരണം അച്ഛന്റെ അറ്റൻഷൻ നീ വളരെയധികം പിടിച്ചെടുത്തു, പക്ഷെ എന്നെ കൊണ്ട് ഒന്നും സാധിക്കുന്നില്ല എന്നുള്ള വിഷമത്തിലാണ് ഞാൻ നിന്നോട് അങ്ങനെ പറഞ്ഞത്. എന്റെ മാജിക് പവർ അവേക്കൻ ചെയ്യാൻ പറ്റാത്തതിന്റെ ഉള്ള കാരണം ഞാൻ തന്നെയാണ്, എന്റെ ഫോൾട്ടാണ്. അച്ഛനും അമ്മയും എന്റെ മേല് നിറയെയധികം പ്രതീക്ഷ വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഓർത്തർ മനസ്സിലായി, ഈ വിഷമം എനിക്ക് മനസ്സിലാവുന്ന അങ്ങനെ വിചാരിക്കുവാണ്. എന്നിട്ട് ഓർത്തർ, എനിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാന്ന് പറഞ്ഞ് അവളുടെ കവിളിൽ അങ്ങനെ രണ്ട് കൈയും വെക്കുവാണ്. എനിക്കറിയാം ലിലിയ, നീ വളരെ നന്നായിട്ടാണ് ശ്രമിക്കുന്നത് ആ മാജിക് പവർ വെളിയിൽ കൊണ്ടുവരാൻ. ഞാനും ഈ സാഹചര്യത്തിൽ കൂടെ നടന്നു പോയിട്ടുണ്ട്. എന്റെ പാരന്റ്സുമായി ഞാൻ പിരിഞ്ഞപ്പോ എന്റെ കൂടെ ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളാണ് ഇതേപോലെ എന്നെ ചീറപ്പ് ചെയ്യുന്നത് എന്ന് അവൻ ടെസിയെ ഇങ്ങനെ ഓർക്കുവാണ്. എന്നിട്ട് ടെസിയെ കാണിച്ചു കൊടുത്ത മാജിക് പവറില് അവൻ കയ്യില് മിന്നാമിനികള് വരുത്തുവാണ്. എന്നിട്ട് ഓർത്തർ പറയുവാണ് ലിലിയന്റെ അടുത്ത്, ആ കുട്ടിയാണ്
ആണ് കാണിച്ചു തന്നത് എന്ന് പറയുവാണ്. നോക്ക് ലിലിയ, നിന്റെ അച്ഛനും അമ്മയ്ക്കും നന്നായി അറിയാം നീ വളരെ കഷ്ടപ്പെടുകയാണ് ആ മാനാക്കോർ അവേക്കൻ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിന്റെ അച്ഛൻ ഇപ്പൊ എന്നെ നോക്കിക്കാണുന്നത് എലനോറിനെ പോലെയാണ്. എലനോർ ചെറിയ കുട്ടിയല്ല, അവൾ എന്ത് ചെയ്യുന്നതും എല്ലാവർക്കും അട്രാക്ഷൻ ആയിരിക്കും. അതേപോലെ തന്നെയാണ് ഇപ്പൊ എന്നെ ആദ്യമായിട്ടല്ലേ നിന്റെ അച്ഛൻ കാണുന്നത്, അതുകൊണ്ടാണ് എന്നെ ഇങ്ങനെ എക്സൈറ്റ് ആയിട്ട് നോക്കുന്നത്. അങ്ങനെ പറയുമ്പോഴത്തേനും ലിലിയ ചിരിക്കും. എന്നിട്ട് ലിലിയ പറയാണ്, എന്റെ അച്ഛന് ഞാനൊരു സോഴ്സറി ആവാനാണ് ഇഷ്ടം, കാരണം അത് എന്നെ ഹാപ്പി ആയിട്ട് ഇരുത്തും എന്നാണ് അച്ഛൻ കരുതുന്നത്. അതുകൊണ്ടാണ് ആ അക്കാഡമിയിൽ പഠിക്കാൻ വേണ്ടി എനിക്ക് വേണ്ടി ഡൊണേറ്റും ചെയ്യുന്നത് കാശ്. എന്നിട്ട് ആർത്തർ ഇതിനെന്താ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയാന്ന് പറഞ്ഞിട്ട് ലിലിയന്റെ അടുത്ത് നിനക്ക് ശരിക്കും മാജിക് യൂസ് ചെയ്യണോന്ന് ചോദിക്കും. അങ്ങനെ ആ സീൻ അവിടെ കട്ടായി. അടുത്ത സീന് വിൻസെന്റ് വളരെ പേടിച്ചിട്ട് ആർത്തറിന്റെ അടുത്ത് ചോദിക്കാണ്, എന്ത് ലിലി ഇവിടുന്ന് പോയെന്നോ, നീ എന്തൊക്കെയാ പറയുന്നത് ആർത്തറിന് ചോദിക്കാണ്. അപ്പൊ ആർത്തർ അവിടെ ഒരു സോഫയിൽ ഇരുന്നിട്ട് അവളുടെ മാജിക് അവേക്കൻ ചെയ്യാൻ വേണ്ടി പോയിരിക്കുവാണ് പറയാണ്. ഞാൻ എവിടെയാണോ പോയി എന്റെ മാജിക്കുകളൊക്കെ ഞാൻ ട്രെയിൻ ചെയ്തത് അതേ സ്ഥലത്തേക്കാണ് ഞാൻ അവളെ അയച്ചിരിക്കുന്നതെന്ന് പറയാണ്. അപ്പൊ ആലീസി ചോദിക്കാണ്, ഏത് സ്ഥലമാണതെന്ന് ചോദിക്കാണ്. അപ്പൊ ആർത്തർ, നിങ്ങൾ അതിനെ കുറിച്ച് പേടിക്കണ്ട, ആ സ്ഥലം വളരെ പ്രോമിസ് ആണ്, നിങ്ങൾക്ക് എന്നെ വിശ്വസിക്കാന്ന് പറയാണ്. അപ്പൊ വിൽസന്റ് ചോദിക്കുവാണ്, നീ എന്താ ഞങ്ങളുടെ അടുത്തൊന്നും പറയാണ്ട് അവള് വിട്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആർത്തർ, നിങ്ങളുടെ അടുത്ത് ആദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അവള് വിടില്ല എന്നാണ് ലിലി എന്റെ അടുത്ത് പറഞ്ഞത് എന്ന് പറഞ്ഞ ആർത്തർ ഒരു ലെറ്റർ വിൽസന്റിന് കൊടുക്കുവാണ്. ആ ലെറ്ററിൽ ലിലിയ അച്ഛനും അമ്മയ്ക്കും വേണ്ടി എഴുതിയേക്കുവാണ്, അച്ഛ അമ്മേ, എനിക്ക് ഇത്രയും കാലമായിട്ട് മാജിക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല, ഞാൻ നിങ്ങൾക്കൊരു ഭാരമായിക്കൊണ്ടിരിക്കുകയാണ്, ഞാൻ പോവുകയാണ്, ഇനി എത്ര വർഷം എടുത്തു കഴിഞ്ഞാലും ഞാൻ നല്ലൊരു മേജ് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുള്ളൂ, സോ നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു പറഞ്ഞിട്ടാണ് ആ ലെറ്റർ. അപ്പൊ വിൽസന്റിന് ഭയങ്കര വിഷമാവും. അവൻ അവിടെ താഴെ മുട്ടൂത്തിയിരുന്നിട്ട്, എനിക്കാണ് തെറ്റുപറ്റിയത്, ഞാൻ എന്റെ മകളെ ശരിക്കും മനസ്സിലാക്കിയില്ല, അവളെ ഞാൻ ഒരുപാട് പ്രഷർ ചെയ്യിച്ചു, പക്ഷെ ഞാൻ അത് അവളുടെ ഫ്യൂച്ചറിന് വേണ്ടിയിട്ടാണെന്നാണ് കരുതിയത്, അവള് ഇത്രയും വിഷമിക്കുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് അറിയില്ലായിരുന്നു, അവള് മേജ് ഒന്നും ആവണ്ട, അവള് മാജിക് പവർ ഒന്നും യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിലും അവൾ എന്റെ മകളാണ്, ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് എന്നിങ്ങനെ പറഞ്ഞ് അവൻ കരയുവാണ്. അപ്പൊ ഓർത്തർ, ലിലിയ നീ ഇതൊക്കെ കേൾക്കുന്നുണ്ടോ? അപ്പൊ അവിടെ മറിഞ്ഞിരിക്കുന്ന ലിലിയ വെളിയിൽ വരും. അപ്പൊ ഓർത്തർ ലിലിയോട്, കണ്ടില്ലേ ലിലിയ, ഞാൻ പറഞ്ഞതുപോലെയല്ലേ കാര്യങ്ങളൊക്കെ. അപ്പൊ ലിലിയ പോയിട്ട് വിൽസന്റിന്റെ അടുത്തും അമ്മേന്റെ അടുത്തും സോറി ചോദിക്കുകയാണ് നോണ പറഞ്ഞതിന്. അപ്പൊ ഓർത്തർ, നിക്ക് ലിലിയ, ഞാനാണ് തെറ്റ് ചെയ്തത്, ഞാനാണ് ആദ്യം മാപ്പ് ചോദിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഓർത്തർ മാപ്പ് ചോദിക്കുകയാണ്. എന്നിട്ട് ഓർത്തർ, എനിക്കറിയാം മക്കളെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പാരന്റ്സിന് എത്രമാത്രം വേദനിക്കുന്ന എനിക്കറിയാം, ആ വേദന മരണവേദനയെ പോലെയാണ്, ആ പെയിനാണ് എന്റെ പാരന്റ്സ് അനുഭവിച്ചിട്ടുള്ളത്, ഞാൻ നിങ്ങളോട് ഇങ്ങനെ കാണിച്ചതിന് ക്ഷമ ചോദിക്കുന്നു എന്ന് പറയുമ്പോഴത്തേനും വിൻസെന്റ്, ഇല്ല അതൊന്നും കുഴപ്പമില്ല, ഇതൊക്കെ എന്റെ തെറ്റുകൊണ്ടാണ്. എന്നിട്ട് വിൻസെന്റ് റെനോൾഡും ആലിസിന്റെയും നേരെ തിരിഞ്ഞ്, ഞാൻ ആദ്യം നിങ്ങളോടാണ് ക്ഷമ ചോദിക്കേണ്ടത്, നിങ്ങളുടെ മകൻ വന്നപ്പോഴത്തേനും ആ സൈറസ് അക്കാഡമിയിലേക്ക് പറഞ്ഞു വിടാൻ വേണ്ടിയിട്ട് ഞാനാണ് തിരക്ക് കൂട്ടിയത്, ഞങ്ങളോട് ക്ഷമിക്കൂ എന്ന് പറയാണ് അവര്. എന്നിട്ട് ലിലിയോട് അവര് പറയുവാണ്, നീ ഇനി അക്കാഡമിയിലേക്കൊന്നും പോകണ്ട, നീ ഇനി മേജ് ആവണമെന്നൊന്നും കരുതണ്ട, നിനക്ക് ഞാൻ വാക്ക് തരുന്നു, നിന്നെ ഞാൻ എപ്പോഴും ഹാപ്പി ആയിട്ട് നോക്കിക്കോളാന്ന് അച്ഛൻ പറയാണ്. അപ്പൊ ലിലിയ വിൽസന്റിനോട്, ഇല്ല എനിക്ക് ആ അക്കാഡമിയിലേക്ക് പോകണം, എനിക്ക് അവിടെ പോയിട്ട് എങ്ങനെയാണോ മാജിക് പവർ ഒക്കെ യൂസ് ചെയ്യുന്നതെന്ന് പഠിക്കണം, എനിക്ക് നല്ലൊരു മേജ് ആവണം, എന്നാൽ മാത്രമേ എന്റെ ചുറ്റിയിരിക്കുന്നവരെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ, ആർത്തറിനെ പോലെ എന്ന് പറയുവാണ്. അങ്ങനെ ആ കുടുംബം വളരെ ഹാപ്പി ആവുകയാണ്. എന്നിട്ട് ആർത്തർ, ഞാൻ ലിലിയയുടെ മാന പവർ അവേക്കൻ ചെയ്യാൻ ശ്രമിക്കാന്ന് പറയുവാണ്. എന്നിട്ട് ആർത്തർ ലിലിയനെയും എലനോറിനെയും അവിടെ ഒരു സ്ഥലത്ത് ഇരുത്തുവാണ്. എന്നിട്ട് ആർത്തർ അവരോട് ഫസ്റ്റ് സ്റ്റെപ്പ് നിങ്ങൾ നന്നായിട്ട് ബ്രീത്ത് ചെയ്യാൻ പറയുവാണ്. അപ്പൊ ആർത്തർ ഇങ്ങനെ മനസ്സിൽ കരുതുവാണ്, ഇവർക്ക് മാന പവർ വെളിയിൽ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നന്നായിട്ട് ബ്രീത്ത് ചെയ്യണം, ആ ബ്രീത്തിങ്ങിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് മാന പവർ വെളിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. എന്നിട്ട് ആർത്തർ അവരുടെ അടുത്ത്, നിങ്ങൾ ശ്വാസം വലിച്ചെടുക്കുക, എന്നിട്ട് സാവധാനം വെളിയിലേക്ക് വിട് എന്ന് പറയുമ്പോ അവരും അതേപോലെ ചെയ്യുവാണ്. എന്നിട്ട് അവരോട് കണ്ണടച്ച് ചെയ്യാൻ പറയുവാണ് ആർത്തർ, നിങ്ങൾ ഈ ബ്രീത്തിങ് കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തോണ്ടേ ഇരിക്കണം, അപ്പൊ നിങ്ങൾക്ക് ഇരുട്ടിൽ നിന്ന് ഒരു വെളിച്ചം കാണുന്ന പോലെ ഉണ്ടാവും എന്ന് പറയുവാണ്. അങ്ങനെ അവര് ആർത്തർ പറഞ്ഞ പോലെ ചെയ്തോണ്ടിരിക്കുവാണ്. എന്നിട്ട് ലിലിയ, എനിക്ക് ഇന്നും ഒന്നും കാണാൻ സാധിക്കുന്നില്ല, എന്തുകൊണ്ടാണെന്ന് ചോദിക്കുകയാണ്. അപ്പൊ ആർത്തർ, ഒരു അത്യാവശ്യമില്ല, ഈ പതുക്കെ സാവധാനം ബ്രീത്തിങ് ചെയ്തോണ്ടിരിക്കുന്നു പറയുവാണ്. എന്നിട്ട് ആർത്തർ അവിടെ ഇരുന്നിട്ട് പതിയെ അവരുടെ മുതുകില് കൈവയ്ക്കുവാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഒരു ചൂട് അനുഭവിക്കും, അതിനെ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നു പറയുവാണ്. അങ്ങനെ പെട്ടെന്ന് ലിലിയക്ക് ഇരുട്ടില് മിന്നാമിനുങ്ങളെ കാണുന്ന പോലെ തോന്നുവാണ്. ആർത്തർ അവന്റെ മാജിക് യൂസ് ചെയ്തിട്ട് മിന്നാമിനുങ്ങളെ കാണിച്ചു കൊടുക്കില്ലേ, അതേപോലത്തെ ആയിരിക്കും. അവള് പറയുവാണ്, വളരെ മനോഹരമായിരിക്കുന്നു, ചെറിയ ലൈറ്റ് ഞാൻ കാണുന്നുണ്ട് എന്ന് പറയുമ്പോഴത്തേനും ലിലിയയുടെ അച്ഛനും അമ്മയും ഒക്കെ ഷോക്ക് ആവുകയാണ്. ആർത്തർ കാണിച്ചു തന്ന പോലത്തെ മിന്നാമിനുകളാണ് ഞാൻ കാണുന്നത് എന്ന് പറയുവാണ്. അടുത്ത സീനില് എല്ലാവരും കൂടെ കൂടിയിട്ടിരുന്ന് ലിലിയ അവളുടെ മാനാക്കോർ അവേക്കൻ ചെയ്തതില് സന്തോഷിക്കുകയാണ്. അങ്ങനെ ലിലിയന്റെ ഫേവറേറ്റ് ഫുഡൊക്കെ സെർവന്റ് ഉണ്ടാക്കി കൊണ്ടുവന്ന് ലിലിയക്ക് കൊടുക്കുവാണ്. അങ്ങനെ അവിടെ എല്ലാവരും ഭയങ്കര ഹാപ്പി
ഹാപ്പിയാണ്. അപ്പൊ ലിലിയ ആർത്തറിനോട് എനിക്ക് ഏത് എലമെന്റ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ആർത്തറിന്റെ അടുത്ത് ചോദിക്കുവാണ്. അപ്പൊ ആർത്തർ ഒരുമാതിരി ലിലിയനെ നോക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ചിരിച്ചുകൊണ്ടിരിക്കുവാണ്. പെട്ടെന്ന് ആ സീൻ അവിടെ കട്ടായി അടുത്ത സീനില് ഒരാള് കുറെ ഗാർഡ്സിന്റെ ഒപ്പം നടന്നു വരുവാണ്. എന്നിട്ട് അയാൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുവാണ്, ഓപ്ഷൻ ഹൗസ്, എനിക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടത് എന്തെങ്കിലും കിട്ടുമോ എന്ന് പറഞ്ഞ് ഇങ്ങനെ ചിരിച്ചോണ്ട് വരുവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിയുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ.